വേനലവധിക്കാലത്ത് പാടത്തും പറമ്പത്തുമൊക്കെ പോയി പട്ടം പറത്തി കളിച്ചൊരു തലമുറയുണ്ടായിരുന്നു. ആ തലമുറയൊക്കെ പോയി ഇപ്പോഴത്തെ തലമുറ പറത്തി കളിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഇതാ നോക്ക്. കാലം മാറി, കഥയും മാറി. റോബോട്ടിക്സും പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെയാണ് ഇവരുടെ കളിക്കളത്തിൽ. പോലീസും കള്ളനും കുട്ടിയും കോലുമൊക്കെ കളിച്ചു നടന്നവരുടെ അടുത്ത തലമുറ. റോബോട്ടിക്സ് പഠിച്ചു തുടങ്ങാം അല്ലേ? പഠിച്ചു തുടങ്ങാൻ ഇത്രയും സാധനം മതി. ആദ്യം തുടങ്ങേണ്ട എവിടെയാണ്? സിമുലേഷനിൽ തുടങ്ങി എല്ലാം വീട്ടുകാരെ കാണിച്ചു കൊടുക്കണം. എനിക്ക് പറ്റും എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആർഡിനോ മേടിച്ച് തരും. തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പിലെ ദൃശ്യങ്ങളാണിത്. അവർ ഈ അവധിക്കാലത്ത് റോബോട്ടുകളെ ഉണ്ടാക്കി കളിച്ചു. നമ്മുടെ ഈ വേനലവധിക്കാലത്തിന്റെ ഒരു സ്വഭാവമൊക്കെ മാറിയില്ലേ? പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ റോബോട്ടിക്സ് എന്താണെന്ന് പരിചയപ്പെടുത്തുക, എന്നിട്ട് 1-2 ചെറിയ റോബോട്ടുകൾ ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ബിൽഡ് ചെയ്ത 2 സാധനങ്ങളിൽ ഒരെണ്ണം ഇതൊരു റോബോട്ടാണ്. അപ്പോൾ ഇതൊരു കൊച്ചു സാധനമാണ്, പക്ഷേ ഇത് ഫ്രണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അല്ല അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറിപ്പോകുന്ന രീതിയിലുള്ള ഒരു സാധനം ഇതുണ്ടാക്കിയ കുട്ടികൾക്ക് ഉണ്ടാക്കി. രണ്ടാമത് ചെയ്തത് ഇതുപോലെ ഒരു ലൈൻ ഫോളോവിങ് റോബോട്ടാണ്. അപ്പോൾ ഒരു വര ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ വരയുടെ പുറത്തുകൂടെ ഇത് കുട്ടികൾ ഓടിച്ച് കാണിക്കും. ഇപ്പോൾ 10-14 വയസ്സുള്ള കുട്ടികളുടെ ഭാഷയും ഹൈടെക്. ഓർഡിനോനെ കുറിച്ചും മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ചും സെൻസേഴ്സും കുറിച്ചൊക്കെ കുറേ പഠിക്കാൻ പറ്റി. നമ്മൾ സ്കൂളിൽ ഒരു സാധനം തൊട്ട് കഴിഞ്ഞാൽ തൊടരുത്, അല്ലെങ്കിൽ പൊട്ടിക്കരുത്, അല്ലെങ്കിൽ നശിപ്പിക്കുമെന്ന് ആ പേടിയോടെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്താ ചെയ്തു, ഇറ്റ്സ് യോർ സ്പേസ്, ഇറ്റ്സ് യോർ തിങ്സ് എന്ന രീതിയിൽ നമ്മളെ ഹാൻഡിൽ ചെയ്തു. കുട്ടികളെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഈ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള തെറ്റുകൾ വന്നു തന്നെയാണ് സാർമാർ തിരുത്തി തന്നത്. ക്ലാസ്സിൽ എനിക്കൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റി, എനിക്കറിയാവുന്നല്ലാതെ. റോബോട്ടിനെ ഉണ്ടാക്കാൻ പഠിച്ചോ? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെ പഠിച്ചതിന് ശേഷമാണെങ്കിൽ റോബോട്ട് ഉണ്ടാക്കാൻ കോൺഫിഡൻസ്. കോഡ് ബേസിക്സ് ഒക്കെ പഠിക്കാൻ പറ്റി. നല്ലതായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ടെക്നോളജി ലഹരിയാക്കിയവർ. ലഹരി പടരുന്ന ഒരു കാലത്ത് കുട്ടികളെ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല കാര്യമല്ലേ? ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലഹരിയും ലഹരി മാഫിയയെക്കുറിച്ചും കുട്ടികളും എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നതാണ്. അപ്പോൾ ആ കുട്ടികളെ അതിനകത്തു നിന്ന് വഴിതിരിച്ചിട്ട് ഈ സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ദേശം തന്നെ. അതായത് ടെക്നോളജിയാണ് അവരുടെ ലഹരി എന്നാണ് അവരിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികളെ പോലെ ജീവിത സ്വപ്നങ്ങളാകട്ടെ നിങ്ങളുടെ ലഹരി. അത് നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കും. നെല്ലൈ മുരുകനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.